ആരിഫ് ഹുസൈൻ വളരെ വ്യക്തമായിട്ടൊരു വിഷയത്തെക്കുറിച്ചിട്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറയുന്നത് വളരെ കൗതുകത്തോടുകൂടി കേൾക്കുമായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരിക്കലും തൊലിപ്പുറത്തുള്ള ചികിത്സയെക്കുറിച്ചിട്ടല്ല. ഒരു റിയൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ആ ഇഷ്യൂവിൻ്റെ കോസ് എന്താണ്, അതിൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കി അതിനെ ചികിത്സിക്കുന്നതിന് പകരം തൊലിപ്പുറത്തുള്ള ചെറിയ ചികിത്സകളിലൂടെ മാത്രം കടന്നു പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നോക്കൂ, ഇവിടെ പഹൽഗാം വിഷയം പറയുന്ന സമയത്ത് ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലരുടെ മതവികാരം വ്രണപ്പെടുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ സൈനിക നടപടികൾ എന്താണ് എന്ന് ലോകത്തോട് വിവരിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അവരൊരിക്കലും ആ പറയുന്ന മുസ്ലിമിനോടൊപ്പം ഇവർ പലരും ഇല്ല. ഈ മതേതരത്വത്തെക്കുറിച്ചിട്ട് ഇവർ പറയുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ മതേതരത്വം എന്ന് പറയുന്നു, മുസ്ലിം സ്നേഹം പറയുന്നു. ഞാൻ മതേതരത്വത്തെക്കുറിച്ചല്ല, മുസ്ലിം സ്നേഹത്തെക്കുറിച്ച്, മുസ്ലിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് മുസ്ലിമിനൊപ്പമാണ് നിൽക്കുന്നത്? നിങ്ങൾ മുസ്ലിം സ്ത്രീക്കൊപ്പമാണോ നിൽക്കുന്നത്? മുസ്ലിം പുരുഷനൊപ്പമാണോ നിൽക്കുന്നത്? നിങ്ങൾ മുത്തലാഖ് വിഷയത്തിൽ ആർക്കൊപ്പമാണോ നിൽക്കുന്നത്? യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ ആർക്കൊപ്പമാണോ നിങ്ങൾ നിൽക്കുന്നത്? മുസ്ലിം സ്ത്രീക്കൊപ്പമാണോ നിൽക്കുന്നത്? നിങ്ങൾ മുസ്ലിം പുരുഷനൊപ്പമാണോ നിൽക്കുന്നത്? അവരെപ്പോഴും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗത്തിനൊപ്പം മാത്രം നിൽക്കുന്നതിനെയാണ് ഇന്ന് ഭാരതത്തിനകത്ത് മതേതരത്വം എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയാവുന്നതാണ്. കോതമംഗലത്തുള്ള ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് താൻ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്നും തന്നോട് മതം മാറുവാൻ വലിയ തരത്തിലുള്ള നിർബന്ധമുണ്ടായി എന്നും അതിൻ്റെ പേരിലാണ് താൻ ആത്മഹത്യ എന്ന് എഴുതി വെച്ചാലും ഈ നാട്ടിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം അവരെ സംഘിയാക്കുക, വർഗീയവാദിയാക്കുക എന്ന് പറയുന്ന തലത്തിലേക്ക് അതൊരു ടെംപ്ലേറ്റാണ്. ആ ടെംപ്ലേറ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനിപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആരെങ്കിലും സംസാരിച്ചാൽ ശരി തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആരെങ്കിലും സംസാരിച്ചാൽ ശരി തന്നെയാണ്. ഇനി അവർ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ആരിഫ് ഹുസൈനെ പോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ജനിച്ച ഒരാളായിക്കൊണ്ട് പോട്ടെ, അവരാരെങ്കിലും യാഥാർത്ഥ്യം പറയുവാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ പിടിച്ച് സംഖ്യയാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല മുസ്ലിം സുഹൃത്തുക്കളും എനിക്കുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് പല യാഥാർത്ഥ്യങ്ങളുമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അവർ തന്നെ സ്വകാര്യമായ സംഭാഷണങ്ങളിൽ സമ്മതിക്കാറുമുണ്ട്. പക്ഷേ അതൊരിക്കലും അവർക്ക് പുറത്തു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ, അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ കടന്നു പോകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ജന TV അദ്ദേഹത്തോട് ആ വ്യക്തിപരമായ വിഷയങ്ങളെക്കുറിച്ചിട്ടൊരു ഇൻ്റർവ്യൂ സെപ്പറേറ്റായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയധികം ആൾക്കാർക്കൊന്നും ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ലിബറലാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പുറത്തിറങ്ങി വന്നിട്ട് പലതും പറയാനുള്ള സ്വാതന്ത്ര്യവും മറ്റവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെയല്ല ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പലർക്കും പുറത്തേക്ക് സ്വാതന്ത്ര്യം പറയാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലരും അത്ഭുതപ്പെടുന്നുണ്ട്. ഈ UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ചില മുസ്ലിം ഭൂരിപക്ഷ സീറ്റുകളിലൊക്കെ BJPക്ക് ജയിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് എന്നാണ് പലരും ചോദിക്കുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒന്നാം തലാഖ്, രണ്ടാം തലാഖ്, മൂന്നാം തലാഖ്, മുത്തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സ്ത്രീകൾക്കൊന്നും വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നേ, വേറെ നിർവാഹം ഇല്ലായിരുന്നു എന്നേ. ഇന്ന് അവിടെ യോഗി എന്ന് പറയുന്ന ഒരാളുണ്ട്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരവിടെ ഇരിക്കുന്നത് പല കുടുംബങ്ങളിലെ മുസ്ലിം സ്ത്രീകളുടെ ഒരു ധൈര്യവും കൂടിയാണ്. ആ ധൈര്യം കൊണ്ടാണ് അവർക്ക് സ്വകാര്യമായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കുക, അവർക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരിടം എന്ന് പറയുന്നത് പോളിംഗ് ബൂത്തിനകത്താണ്. അതിനകത്ത് അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അത്തരം പ്രദേശങ്ങളിൽ BJPക്ക് വോട്ട് വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊണ്ട് തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയിലും ഇവിടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും മുസ്ലിം ലീഗിനും ഒക്കെ അടിമപ്പെട്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകും. ഇപ്പം തന്നെ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ഇല്ലാതെ, ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ കോൺഗ്രസിന് ഇന്ന് കേരളത്തിനകത്ത് രാഷ്ട്രീയമായിട്ടൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് തന്നെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ വീണ്ടും ഈ പ്രീണനം നിങ്ങൾ ഇതേ മീറ്ററിൽ തന്നെ തുടർന്നു കൊണ്ട് പോകുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അസ്തമിക്കും. നിങ്ങളുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിങ്ങളുടെ നയങ്ങൾ തീരുമാനിക്കുന്നതും തീർച്ചയായിട്ടും മറ്റുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് യാതൊരു സംശയം ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല. പിന്നെ ശ്രീ റജി സാറ് വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം 15 വർഷം ജയിലിൽ
കിടന്നു. ഫാക്ച്വലി അദ്ദേഹത്തിന് കണക്ക് കൂട്ടിയതിനകത്ത് തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ള. 3259 ദിവസങ്ങളാണ് ശ്രീ ജവഹർലാൽ നെഹ്റു ജയിലിൽ ചെലവഴിച്ചത്. 1921 മുതൽ 1945 വരെയുള്ള 24 വർഷ കാലഘട്ടത്തിനിടയിലാണ്. അത് ഒരുമിച്ചുണ്ടായിരുന്നില്ല. 6 മാസം 7 മാസം 9 മാസം ജവഹർലാൽ നെഹ്റു അദ്ദേഹം കഴിഞ്ഞിരുന്ന ജയിലിന്റെ സൗകര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ അതിനൊന്നും കുറച്ച് കാണുന്നില്ല. അന്നത്തെ സത്യാഗ്രഹികൾക്ക്, നോൺ വയലന്റ് മൂവ്മെന്റിനകത്ത് ഇടപെട്ടിരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ്. ഈവൻ ലൈബ്രറി പോലും അതിനകത്തുണ്ടായിരുന്ന സൗകര്യമുണ്ട്. ഞാൻ അതിനൊന്നും കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെയൊക്കെ പോരാട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല എന്നൊന്നും ഞാൻ ഇതിനൊന്നും പാടെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ആളൊന്നും അല്ല. പക്ഷേ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നതുകൊണ്ടോ, ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ, രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്ന കാര്യങ്ങളെ മുഴുവൻ നമ്മൾ അംഗീകരിക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വന്തം മകളായ ഇന്ദിരാഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ പോലും പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് ഭാരതം തയ്യാറായിട്ടില്ല. അവരെ പോലും തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ഓടിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ജനത തയ്യാറായതാണ്. കാരണം ഏത് ഡെമോക്രസിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണോ, ഏത് ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണോ കോൺഗ്രസ് ബാധ്യസ്ഥം എന്ന് പറയുന്നത്, ആ ഡെമോക്രസിയെ തന്നെ തകർത്ത് ആ ഭരണഘടനയെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത ആളാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ആ പാരമ്പര്യവും കൂടി രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ള കാര്യവും കൂടി കോൺഗ്രസിൻ്റെ സഹയാത്രികനായിട്ടുള്ള ശ്രീ റജി സാർ ഉൾക്കൊള്ളേണ്ടുന്നതാണ്. ഇനി ജവഹർലാൽ നെഹ്റു 3259 ദിവസം വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ജയിലിൽ കിടന്നതിൻ്റെ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകന്, അദ്ദേഹത്തിൻ്റെ പ്രപൗത്രന് ഒക്കെ തന്നെയും ഇന്ത്യയുടെ അധികാരത്തിൻ്റെ നടുക്കഷ്ണം തന്നെ തിന്ന് ഏറ്റവും സുഖലോലുപരായിട്ട് ജീവിക്കുവാനുള്ള സൗകര്യം നമ്മുടെ രാജ്യത്ത് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും ഇന്ത്യയിൽ ഇന്നും ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന റെക്കോർഡ് ഇരിക്കുന്നത് ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ്. അതേപോലെ തന്നെ 6-7 വർഷങ്ങളോളം ജയിലിൽ കിടന്നിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു. അതുപോലെ എത്രയോ ധീരരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. യഥാർത്ഥത്തിൽ പോരാടിയിട്ടുള്ള അവർക്ക് എന്താണ് ലഭിച്ചത്? അവരുടെ കുടുംബങ്ങളെ ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മകളുടെയൊക്കെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചെങ്കിലും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ അവസാന കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചെങ്കിലും ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ ശശി തരൂരിൻ്റെ പരാമർശത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, ഇന്ന് എഴുതിയ കത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ളൊരു ചിത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചായിട്ട് ശ്യാമിനോണിൽ അയച്ചു തരാം ആ ചിത്രം. അതായത് ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു ചിത്രം, അതിൻ്റെ താഴെ വളരെ ചെറുതായിട്ടുള്ളൊരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചിത്രം, രണ്ടും ഒരേ ദിവസം വരുന്നത് കൊണ്ട് അതിൻ്റെ മുമ്പിലാണ് തിരികൊളുത്തുന്നത്. അതായത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വളരെ ചെറുതായി മാത്രം പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൃഷ്ടിച്ച ഇന്ത്യയിൽ നിന്നാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും തലപ്പൊക്കമുള്ള പ്രതിമയായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഈ പുതിയ ഭാരതത്തിൽ തല ഉയർത്തി നിൽക്കുന്നത്. ഇന്ത്യക്ക് അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ ഭാരതത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് വളരെ രസകരവുമാണ്. അത് സംഭവിക്കുന്നത് കൊണ്ടാണ് ബാർ മോദി സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന നാഷണലിസ്റ്റുകളുടെ, അതിനിപ്പോൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയൊന്നൊന്നുമില്ല, അത്തരത്തിലുള്ള ഒരു ഐക്യം ഡെവലപ്പായി വരുന്ന സമയത്ത് അതിനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ജാതി പറയണം എന്ന് ജോർജ് സോറോസോ മറ്റോ ആരോ പഠിപ്പിച്ച് വിട്ടുകൊടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കീ കൊടുത്ത പാവയെ പോലെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് വരെയും ഈ ജാതി കാർഡ് വലിച്ചിടുകയും ആ ജാതിക്കാടിൻ്റെ പേരിൽ ഇന്ത്യൻ സൈന്യത്തിനകത്ത് വരെയും ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെ ഉത്തരവാദിത്വ ബോധമുള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ടോ രാഷ്ട്രീയ നേതാവായിട്ടോ കാണുവാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ തയ്യാറാവുകയില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ടുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് ജയം ഉണ്ടാവും, തോൽവി ഉണ്ടാവും. എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ജയിക്കാനോ എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും പരാജയപ്പെടുവാനോ സാധിക്കുകയില്ല. കാരണം ഇത് ജനാധിപത്യ സംവിധാനമാണ്. സ്വാഭാവികമായിട്ടും ഒരു കക്ഷി കാലാകാലങ്ങളോളം ഭരിക്കുന്ന സമയത്ത് ആ കക്ഷിയോടുള്ളൊരു എതിർപ്പ് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. പല സംസ്ഥാനങ്ങളിലും നമ്മളത് കാണുന്നുമുണ്ട്. അപ്പോൾ BJPക്ക് അതിന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മടുപ്പിക്കാതെ ഭരിക്കുവാൻ വേണ്ടിയിട്ട് പലയിടത്തും അല്ലെങ്കിൽ നരേന്ദ്രമോദിജിക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ എല്ലാ കാലത്തും ഞങ്ങൾ പ്രതിപക്ഷത്തായി പോകും. അതുകൊണ്ട് ഇല്ലം ചുട്ടേ പറ്റൂ, ഇതിനെ ഒന്ന് പൊളിച്ചെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് കോൺഗ്രസ് ഇറങ്ങുന്ന സമയത്ത് കോൺഗ്രസ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന കൊമ്പാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി അവരുടെ നേതാക്കൾ ഓർക്കേണ്ടതുണ്ട്. നാളെ